നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. രാജ്യത്തും സംസ്ഥാനത്തും തുടർച്ചയായി അധികാരത്തിലില്ലാത്ത കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പ് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഏത് വിധേനയും പാർട്ടിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് പിന്നീട് ഈ നാട്ടിൽ ഉണ്ടാകാത്ത സാഹചര്യം പോലുമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ച് അധികാരത്തിൽ തിരിച്ചെത്തുവാൻ കഴിയുമെന്ന് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇപ്പോഴും ഏത് പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തിന് വിജയിക്കുവാൻ കഴിയുന്ന ഒട്ടേറെ സീറ്റുകൾ സംസ്ഥാനത്തുണ്ട്. എന്നാൽ കോൺഗ്രസിന് അത്തരത്തിൽ 10-ൽ താഴെ സീറ്റുകൾ മാത്രമാണുള്ളത്. UDF മുന്നണിയിൽപ്പെട്ട ലീഗിന് അതിൽ കൂടുതൽ സീറ്റുകൾ വിജയിച്ചു വരുവാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഉറപ്പായും സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്നാൽ വിജയിച്ചു വരുവാൻ കഴിയുന്ന 3 പാർട്ടികൾ പ്രധാനമായും CPM-ഉം പിന്നീട് കോൺഗ്രസും ലീഗുമാണ്. ഇടതുമുന്നണിയിൽപ്പെട്ട CPI-യും മാണി കോൺഗ്രസും ഇന്ന് ശക്തി ക്ഷയിച്ച് ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം പറയാൻ. CPI-യും മാണി കോൺഗ്രസും ഏറെക്കുറെ തങ്ങൾക്ക് ബാധ്യതയാവുകയാണെന്ന് CPM നേതൃത്വത്തിന് അറിയാം. CPM-നെ സംബന്ധിച്ച് രാജ്യത്ത് ആകെ അധികാരത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അധികാരം നിലനിർത്തേണ്ടത് വളരെയധികം ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ CPI-യെ വിട്ട് ലീഗിനെ ഒപ്പം നിർത്തുവാനാണ് CPM ആലോചിക്കുന്നത്. കൊല്ലത്ത് സമാപിച്ച CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ ലേഖനത്തിൽ കോൺഗ്രസിനെ യഥാർത്ഥ മതവിശ്വാസികൾക്ക് വിശ്വസിക്കാനാകുമോ എന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിലും ഹരിയാനയിലും BJP വിജയം ഉറപ്പാക്കിയത് കോൺഗ്രസ് ആണെന്ന ആരോപണം ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നത്. മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാൻ CPM-ലെ ഒരു വിഭാഗം നടത്തിയ നീക്കങ്ങൾക്ക് VS അച്യുതാനന്ദൻ മുൻപ് തടയിട്ടത് CPI-യുടെ പിന്തുണയോടെയായിരുന്നു. CPI സെക്രട്ടറിമാരായിരുന്ന വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനും വരെ മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയെന്ന് വിലയിരുത്തിയാണ് ഇടതുമുന്നണി പ്രവേശത്തെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ CPI-ക്ക് അത്തരമൊരു നിലപാടെടുക്കുവാൻ കഴിയുന്നതല്ല. ഇനി ഒരു പക്ഷേ അത്തരമൊരു നിലപാട് സ്വീകരിച്ചാലും CPI പുറത്തു പോയാലും പ്രശ്നമില്ലെന്ന സമീപനമാകും CPM സ്വീകരിക്കുക. എന്തായാലും CPM-യുമായി ലയനത്തിന് നിൽക്കുന്ന സ്വന്തം ശക്തിയെപ്പറ്റി ധാരണയുള്ള CPI അത്തരമൊരു മണ്ടത്തരം ചെയ്യില്ല. UDF രൂപീകരണ കാലം മുതൽ UDF-ൽ ശക്തമായ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ ലീഗ് ഇടതുപാളയത്തിലെത്തിയാൽ അതുകൊണ്ട് തന്നെ UDF തകർന്നടിയും. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾക്ക് ഇപ്പോഴും വളരെ അടുത്ത ബന്ധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതൃത്വവുമായുള്ളത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലെത്തിയപ്പോഴാണ് പിണറായിക്ക് ഭരണത്തിൽ 2ാം ഊഴം ലഭിച്ചത്. ഇത്തവണ 3ാം ഭരണം ഉറപ്പിക്കാൻ CPM-ഉം പ്രതീക്ഷിക്കുന്നത് മലബാറിൽ ശക്തമായ വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗിന്റെ പിന്തുണ തന്നെയാണ്. അതിനു വേണ്ടി വന്ന ലീഗിനെ പിളർത്താൻ വരെ CPM തയ്യാറായേക്കും. ലീഗില്ലെങ്കിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഒറ്റ മണ്ഡലത്തിലും കോൺഗ്രസിന് ജയിക്കാനാവില്ല. കേരള ഭരണവും കിട്ടാക്കനിയാവുകയും ചെയ്യും. ഇത് നന്നായി അറിയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ്. 2 തവണ കേരള ഭരണം നഷ്ടമായ ലീഗിന് 3ാമത്തെ ഭരണനഷ്ടം ചിന്തിക്കാൻ പോലും ആകില്ല. കോൺഗ്രസിലെ തമ്മിലടി തീർക്കണമെന്ന് ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് നേരിട്ട് ആവശ്യപ്പെട്ടതും ഈ ഭയപ്പാടിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് തമ്മിലടി അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. സമരസംഘടനയല്ലാത്ത മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ ഇനി കേരള ഭരണം കൂടിയേ തീരൂ. അതല്ലെങ്കിൽ നേതാക്കളെയും അണികളെയും പിടിച്ചു നിർത്തലും പ്രയാസകരമാവും. അതേസമയം ലീഗിന്റെ നീക്കങ്ങളെ അതീവ ശ്രദ്ധയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്.